ഏജ് ഗ്രൂപ്പും ആവട്ടെ, അതായത് 20s ആണെങ്കിലും 30s ആണെങ്കിലും 40s ആണെങ്കിലും ഇനി 50s ആണെങ്കിലും ഈ പറയുന്ന മിസ്റ്റേക്കുകളൊക്കെ വരുത്തുകയാണെങ്കിൽ നിങ്ങൾ എത്ര നന്നായി ഒരുങ്ങിയാലും ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലുക്കിലേക്ക് എത്തുകയുമില്ല, ആ ഫിനിഷിങ് കിട്ടുകയുമില്ല. അപ്പോൾ ആ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളതും അതിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു വീണാസ് ഇന്നർ ചൈൽഡ്. ഞാൻ വീണ, പ്രൊഫഷണൽ ചാനൽ സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കണം. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. കൂടുതൽ സമയത്തും നമ്മുടെ ലുക്കൊന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്യാവശ്യം എഫേർട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും ഒരുങ്ങുന്നുണ്ടാവുക. ആൻഡ് വീട്ടിൽ നിന്ന് കണ്ണാടിയിൽ നോക്കി ഒരുങ്ങുന്ന സമയത്ത് നല്ല ഫ്ലോലെസ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ടൊക്കെ നമ്മളെ തോന്നുന്നുണ്ടാവും. പക്ഷെ നമ്മൾ പുറത്തൊക്കെ പോയി ആരെങ്കിലുമൊക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഒരു പിക്ചർ എടുക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല നമ്മളുടെ സ്കിന്നും നമ്മളുടെ ഫേസും നമ്മളുടെ ബോഡിയും നമ്മളുടെ ഓവറോൾ ടോട്ടൽ ലുക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് സംഭവിക്കാൻ കാരണമായ ഒരു 8 മിസ്റ്റേക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മിക്കപ്പോഴും ഈ മിസ്റ്റേക്സ് ഒക്കെ നമ്മൾ കൂടുതൽ പേരും വരുത്തുന്നതാണ്. അതായത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാവില്ല അത്, അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും അത് മിസ്റ്റേക്സ് ആയിട്ട് അവിടെ കിടക്കുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അതിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ മിസ്റ്റേക്ക് ഓവർ സ്റ്റൈലിംഗ് ഓർ അണ്ടർ സ്റ്റൈലിംഗ്. അതായത് നമ്മളൊരു ലുക്ക് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഒക്കേഷന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റിങ്ങിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ചേഞ്ച് വേണമെന്ന് തോന്നുമ്പോൾ ഒക്കെ നമ്മൾ കൂടുതലായിട്ടും ചെയ്യാറുള്ളത് നമ്മളൊരു ഡ്രസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മൾ ആക്ച്വലി ഡ്രസ്സിൽ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. ഡ്രസ്സിൻ്റെ ക്വാളിറ്റി, ഫാബ്രിക്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല വിലയുള്ള ഒരു ഡ്രസ്സ്, അങ്ങനെ മാത്രമായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു മോഡലിന് ആ ഒരു ഡ്രസ്സ് ഇട്ടേക്കുന്ന കാണുന്ന സമയത്ത് നല്ല ഭംഗിയിലായിരിക്കും. പക്ഷെ നമ്മളിത് ഇടുമ്പോൾ മിക്കപ്പോഴും ആക്ച്വലി അത് തീരെ അപ്പീലിംഗ് അല്ലാത്തതുപോലെ തോന്നും. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ സ്റ്റൈൽ ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ആക്സസറീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല, പ്രോപ്പർ ആയിട്ടുള്ള മേക്കപ്പോ ഹെയർ സ്റ്റൈലോ ആയിരിക്കില്ല നമ്മൾ അതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് നോർമലി ഡേ ടു ഡേ ലൈഫിൽ ഒരു മേക്കപ്പ് ഉണ്ടാവും, ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു ആക്സസറീസ്. അതായത് കൂടുതൽ പേർക്ക് ഇപ്പോൾ ഗോൾഡ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഡയമണ്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്കൊക്കെ സ്ഥിരമായിട്ട് കുറച്ച് ആക്സസറീസ് ഉണ്ടാവും. അത് തന്നെയായിരിക്കും എല്ലാ ഡ്രസ്സിനെയും കൂടെ അവർ യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ളപ്പോഴാണ് കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നങ്ങൾ കാണാൻ തുടങ്ങുക. അതായത് നമ്മൾ ഡ്രസ്സൊക്കെ ഇടുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ നെക്ക് ലൈൻ എന്താണെന്ന് നോക്കിയിട്ട് വേണം എപ്പോഴും ആക്സസറൈസ് ചെയ്യാൻ. അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിൻ്റെ അതായത് അതിനകത്തുള്ള എംബലിഷ്മെൻറ്റ്സ്, അല്ലെങ്കിൽ പാറ്റേൺ, അല്ലെങ്കിൽ ഒരു ഗോൾഡൻ വൈബ്. ഇപ്പോൾ ഫെസ്റ്റീവ് വൈബിലുള്ള ഒരു ഡ്രസ്സാണെങ്കിൽ ആക്ച്വലി അതിനനുസരിച്ച് ആക്സസറൈസ് ചെയ്താൽ മാത്രമേ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് അതിന് കിട്ടുള്ളൂ, ആ ഒരു ഫെസ്റ്റീവ് വൈബ് അതിന് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഹെയർ സ്റ്റൈലും അതേപോലെ തന്നെയാണ് മേക്കപ്പും. ഇപ്പം ഭയങ്കര ന്യൂട്രൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുകയും ആക്സസറീസ് ഒക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഡ്രസ്സിനെ മൊത്തത്തിലൊന്ന് അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ ഭയങ്കര ക്ലാഷി ആയിട്ടുള്ള, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള, ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള എംബലിഷ്മെൻറ്റ്സ് ഉള്ള, അല്ലെങ്കിൽ ഗ്ലിറ്റേഴ്സോ സീക്വൻസോ അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഭയങ്കര ഓവറായിട്ട് നിൽക്കുന്ന റെഡ് ലിപ്സ്റ്റിക്ക്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഐലൈനർ എഴുതുന്നു, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ, ആൻഡ് അറ്റ് ദ സെയിം ടൈം കുറച്ചും കൂടി ഭയങ്കര സ്റ്റോൺ വർക്ക് ഒക്കെ വെച്ചിട്ടുള്ള മാല, അതുപോലെ കമ്മൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ യൂസ് ചെയ്യുമ്പോൾ എല്ലാം കൂടെ ചേർന്നിട്ട് ഓവറായിട്ടിരിക്കും. അങ്ങനെയും നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഈവൻ ഫെസ്റ്റീവ് ലുക്ക് ആണെങ്കിൽ കൂടി അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതായത് അണ്ടർ സ്റ്റൈലിങ്ങും നല്ലതല്ല, ഓവർ സ്റ്റൈലിങ്ങും നല്ലതല്ല. അതുപോലെ തന്നെ കൂടുതലായിട്ട് വരുത്തുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് ഈ ഒരു കാര്യത്തിൽ, നമ്മൾ ഒരേപോലത്തെ കളറിലുള്ള, അതായത് പണ്ട് നമ്മൾ പറയായിരുന്നു ഭയങ്കര മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്സ് വെയർ ചെയ്യണം, മാച്ചിങ് ആയിട്ടുള്ള നെയിൽ പോളിഷ് വെയർ ചെയ്യണം, മാച്ചിങ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് വെയർ ചെയ്യണം, അങ്ങനെയൊക്കെ. പക്ഷെ ഒരുപാട് ഓവറായിട്ട് മാച്ചിങ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ ഒരുമിച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞാലും നമ്മളുടെ ലുക്ക് ഭയങ്കര ഓഫ്, അല്ലെങ്കിൽ ഭയങ്കര ഓഡായിട്ട് നിൽക്കും. അപ്പോൾ അതും ചെയ്യാൻ പാടില്ല. മാക്സിമം നമ്മൾ മാച്ചിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുന്നത് ഒരു 3 പീസസ് ഒക്കെ മാത്രമേ മാച്ച് ചെയ്യാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് നിങ്ങൾ മാച്ച് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതിപ്പോൾ നമ്മൾ ഒരു ഡ്രസ്സ് ഇട്ടു, ആ ഡ്രസ്സിൻ്റെ കളറുള്ള മേ ബി നെയിൽ പോളിഷ് ഇടാം, മേ ബി ഒരു ലിപ്സ്റ്റിക്കും കൂടെ വെയർ ചെയ്യാം, ആൻഡ് ഒരു ഇയറിംഗ് വേണം ഇടാം, അല്ലെങ്കിൽ ഒരു ബാഗ് ഇടാം, ഏതെങ്കിലും ഒന്ന്. അതല്ലാതെ നമ്മൾ ആക്ച്വലി ഇയറിങ്ങും നെക്ലസും ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും ഫുഡ് വെയറും എല്ലാം കൂടി, ബാഗും എല്ലാം കൂടി ആക്ച്വലി ഒരേ കളറിലുള്ളതാക്കുകയാണെങ്കിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മറ്റേ ക്ലൗൺ പോലെ ഫീൽ ചെയ്യും. ഈ സെക്കൻഡ് മിസ്റ്റേക്ക് റോങ് അണ്ടർ ഗാർമെന്റ്സ്. അതായത് നമ്മൾ കൂടുതൽ പേരും ഡ്രസ്സപ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഡ്രസ്സപ്പ് ചെയ്യാറുണ്ട്,
പക്ഷേ നമ്മൾ അണ്ടർ ഗാർമെൻറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ക്വാളിറ്റി നമ്മൾ ശ്രദ്ധിക്കാറില്ല. ആൻഡ് ഓൾസോ അത് സീംലെസ് ആണോ എന്ന് ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ എത്ര നല്ല ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ടും ഒരു കാര്യമില്ല, കംപ്ലീറ്റ് ലുക്ക് അതോടുകൂടി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീംലെസ് ആയിട്ടുള്ള ബ്രാസും സീംലെസ് ആയിട്ടുള്ള പാൻറ്റീസും മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ ഡ്രസ്സിൻ്റെയും കൂടെ ആക്ച്വലി അത് നന്നായിട്ട് പോകും. അതായത് ഇപ്പോൾ ബ്ലൗസസ് ആണെങ്കിൽ അതിൻ്റെ കൂടെ നന്നായിട്ട് പോകും, ഈവൻ ഡ്രസ്സസ് ആണെങ്കിൽ ഓക്കെ ആയിരിക്കും, അതുപോലെ ടീഷർട്ട് ആണെങ്കിൽ ഓക്കെ ആയിരിക്കും, ജീൻസ് ഇടുന്ന സമയത്ത് ഓക്കെ ആയിരിക്കും. എല്ലാത്തിൻ്റെ കൂടെയും ആക്ച്വലി നന്നായിട്ടിരിക്കും സീംലെസ് ആയിട്ടുള്ള പാൻറ്റീസും സീംലെസ് ആയിട്ടുള്ള ബ്രാസും മാത്രം ചൂസ് ചെയ്യാം. പിന്നെ അതുപോലെ പറയാൻ പറ്റുന്നൊരു കാര്യം, കൂടുതൽ പേർക്കുള്ളൊരു തെറ്റിദ്ധാരണയാണ് നമ്മൾ ആക്ച്വലി ഹെവി ബ്രസ്റ്റഡ് ആണെങ്കിൽ പാഡഡ് ആയിട്ടുള്ള ബ്രാസ് യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഹെവി ബ്രസ്റ്റഡ് ആണെങ്കിൽ കൂടി ഷേപ്പ് നന്നായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ പാഡഡ് ആയിട്ടുള്ള ബ്രാസ് തന്നെ യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എപ്പോഴും സാഗി ആയിട്ട് ഫീൽ ചെയ്യും, അതല്ലെങ്കിൽ തീരെ ഷേപ്പ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും, ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് ഫീൽ ചെയ്യും, ഏതെങ്കിലും ഒരു പോർഷനിലേക്ക് മാത്രം ഭയങ്കര ഹെവിനെസ് ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെയുള്ളൊരു ചാൻസ് ഉണ്ട്. അത് ഈവൻ ആയിട്ടിരിക്കണമെങ്കിലും പ്രോപ്പറായിട്ട് അതിൻ്റെ ഷേപ്പ് കിട്ടണം എന്നുണ്ടെങ്കിലും പാഡഡ് ആയിട്ടുള്ള ബ്രാസ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പാഡഡ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഓവറായിട്ട് പാഡഡ് ആയിട്ടുള്ളതല്ല പറയുന്നത്, ലൈറ്റ്ലി പാഡഡ് ആയിരിക്കണം. പാഡഡ് ബ്രാസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആക്ച്വലി കുറച്ചും കൂടെ ബസ്റ്റ് ഉള്ളതുപോലെ തോന്നും എന്ന് നിങ്ങൾ പേടിക്കേണ്ട. അങ്ങനെയല്ല തോന്നുക. അതിന് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ്ലി പാഡഡ് ആയിട്ടുള്ള ബ്രാസ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീംലെസ് ആയിട്ടുള്ള ലൈറ്റ്ലി പാഡഡ് ആയിട്ടുള്ള ബ്രാസ് വേണം എല്ലാവരും യൂസ് ചെയ്യാനാണ് ഞാൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ഇപ്പം തീരെ ബസ്റ്റ് കുറവുള്ളവരാണെങ്കിലും ഹെവി ബസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇനി മീഡിയം ബസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മളിപ്പോൾ ഇടുന്ന ഡ്രസ്സ് ആക്ച്വലി കുറച്ച് ഫിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്, ബോഡി കോൺ അല്ലെങ്കിൽ കുറച്ച് ഫിറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഡ്രസ്സാണ്. അതായത് ഫിറ്റ് മേ ബി ഈ ഒരു ഹിപ്പിൻ്റെ പോർഷനിലായിരിക്കാം, അതല്ലെങ്കിൽ മേ ബി നമ്മുടെ ബാക്കിലായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ടിലായിരിക്കാം. എവിടെയാണെങ്കിലും നമ്മൾ നോർമലി ഫിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സസ് ഇടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആക്ച്വലി ഷേപ്പ് വേറെ യൂസ് ചെയ്യണം. ഇത് എല്ലാവർക്കും ഉള്ളൊരു റൂളാണ്. ചിലർ വിചാരിക്കും ആക്ച്വലി നന്നായിട്ട് വെയിറ്റ് ഉള്ള ആൾക്കാർക്ക്, നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ മാത്രമാണ് ഈ ഒരു സാധനം ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ എന്നുള്ളത്. അങ്ങനെയല്ല. ബിക്കോസ് നിങ്ങളുടെ ആ ഷേപ്പ് കറക്റ്റായിട്ട് കാണണമെന്നുണ്ടെങ്കിലും അത് ഭയങ്കര സീംലെസ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ ആക്ച്വലി എപ്പോഴും അതിൻ്റെ കൂട്ടത്തിൽ ഷേപ്പ് വെയർ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി തേർഡ് മിസ്റ്റേക്ക്, ഇഗ്നോറിങ് പ്രൊപ്പോർഷൻ ആൻഡ് ബാലൻസ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ആക്ച്വലി ഇത്. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ ബോഡിയുടെ ഷേപ്പ് അനുസരിച്ചിട്ടാണ് നമ്മളെപ്പോഴും ഡ്രസ്സപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാറുള്ളത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അതിൻ്റെ കൂട്ടത്തിൽ ആക്ച്വലി പ്രപ്പോർഷൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രപ്പോർഷൻ ഇൻ ദ സെൻസ് നമ്മളിപ്പം ടോപ്പ് ഏരിയയിൽ ആക്ച്വലി ഭയങ്കര ഫിറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ബാഗി ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ലൂസ് ഫിറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ്, ഇത് പാൻസ് ആയിക്കോട്ടെ, ജീൻസ് ആയിക്കോട്ടെ, ഇനി സ്കേർട്ട് ആയിക്കോട്ടെ, അങ്ങനെയുള്ളത് വേണം ആക്ച്വലി നമ്മുടെ ബോട്ടം ഏരിയയിൽ യൂസ് ചെയ്യാൻ. ആൻഡ് നേരെ തിരിച്ചും, അതായത് ബോട്ടം ഏരിയയിൽ ആക്ച്വലി കുറച്ച് ഫിറ്റഡ് ആയിട്ടുള്ള സ്കേർട്ടോ അല്ലെങ്കിൽ ഫിറ്റഡ് ആയിട്ടുള്ള പാൻസോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടോപ്പ് ഏരിയയിലേക്ക് വരുമ്പോൾ കുറച്ച് ലൂസ് ആയിട്ടുള്ള ടോപ്പോ ലൂസ് ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പോ അങ്ങനെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. ആൻഡ് അതേപോലെ തന്നെ നിങ്ങൾ ഹൈറ്റ് കുറവുള്ള ആൾക്കാരാണെങ്കിൽ ഇനി ഡ്രസ്സ് യൂസ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, കുർത്തീസ് യൂസ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, നിങ്ങൾ എപ്പോഴും ഒന്നുകിൽ നീ ലെങ്ത്തിന് തൊട്ട് മുകളിൽ വെച്ചിട്ട് കുർത്തീസ് സ്റ്റോപ്പ് ചെയ്യണം. അതായത് അത്ര മാത്രമേ പാടുള്ളൂ അതിൻ്റെ ലെങ്ത്. ഒന്നുകിൽ നീക്ക് മുകളിൽ നിൽക്കണം, അതല്ലെങ്കിൽ ഫുൾ ലെങ്ത് ആയിരിക്കണം. അതല്ലാതെ നീക്ക് തൊട്ട് താഴെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് മൊത്തത്തിൽ കട്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അപ്പിയറൻസ് കുറച്ചും കൂടി ഷോർട്ട് ആയതുപോലെയാണ് അപ്പോൾ ഫീൽ ചെയ്യുക. ഇനി ഫോർത്ത് മിസ്റ്റേക്ക്, സ്റ്റിക്കിംഗ് ടു വൺ സ്റ്റൈൽ ഫോർ എവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ആക്ച്വലി കൂടുതൽ സമയത്ത് നമ്മൾ ടീനേജിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ചേരുന്ന സ്റ്റൈല്, അതായത് ഇപ്പം ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, നമ്മളുടെ മേക്കപ്പിൻ്റെ രീതി ആയിക്കോട്ടെ, നമ്മളുടെ ഡ്രസ്സിങ്ങിൻ്റെ രീതി ആയിക്കോട്ടെ, നമ്മൾ കൂടുതലും ടീനേജിലൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റൈലിംഗ് മിസ്റ്റേക്സിലോ അല്ലെങ്കിൽ ഗ്രൂമിങ് മിസ്റ്റേക്സിലോ അല്ലെങ്കിൽ മേക്കപ്പിലോ ഒക്കെ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയാൽ പോലും ഭയങ്കരമായിട്ടൊന്നും നമ്മളുടെ ഭംഗിനെ അത് ബാധിക്കണം എന്നില്ല. ബിക്കോസ് ആ സമയത്ത് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഏറ്റവും ബെറ്റർ വേർഷനിൽ ഇരിക്കുന്ന ഒരു ടൈം ആയിരിക്കും. സ്കിൻ വൈസ് ആണെങ്കിലും മൊത്തത്തിൽ ഒരു ബോഡിയുടെ ഒരു അപ്പിയറൻസ് വൈസ് ആണെങ്കിലും നമ്മുടെ ഒരു എനർജി വൈസ് ആണെങ്കിലും ഒക്കെ. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഏജ് ആവും തോറും നമ്മളുടെ സ്റ്റൈലിൽ നമ്മൾ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ ചെയ്തതുപോലത്തെ സ്റ്റൈല് പിന്നീട് ഒരു സമയത്തും ചെയ്യരുത്. ഇത് നമ്മുടെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളത് മനസ്സിലാക്കണം. നമ്മളുള്ള കാലത്ത് ട്രെൻഡ് നമ്മൾ എഫക്റ്റ് ചെയ്യാം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ആക്ച്വലി ഇവോൾവ് ചെയ്ത് വരുമ്പോൾ ഇപ്പം നിലവിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഡ്രസ്സസ് വേണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാൻ. ചിലർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്, അതായത് ഞാൻ പറയുമ്പോൾ ആക്ച്വലി എൻ്റെ അമ്മയ്ക്കും ഉള്ളൊരു പ്രശ്നമാണത്. ഒരു ഹെയർ സ്റ്റൈൽ തന്നെയാണ്, അത് വളരെ ചെറുപ്പം മുതൽ ഇപ്പോൾ വരെ ഏകദേശം ഒരേ ഹെയർ സ്റ്റൈൽ തന്നെയാണ് എപ്പോഴും ചൂസ് ചെയ്യുക. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഹെയറിൻ്റെ വോളിയവും ഡെൻസിറ്റിയും ഒക്കെ ഓരോ സമയത്തും കുറഞ്ഞു വരും. അപ്പോൾ അതിനനുസരിച്ച് ഹെയർ സ്റ്റൈൽ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണം.
അതിനനുസരിച്ച് ഈവൻ മേക്കപ്പ് സ്റ്റൈൽ മാറ്റിക്കൊണ്ടിരിക്കണം. അതൊക്കെ ഓരോ സമയത്തും അതിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരുന്നില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഭയങ്കര പ്രായമായതുപോലെയോ അല്ലെങ്കിൽ ഭയങ്കര ഓടായിട്ടോ ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്രേനിയൽ ടോപ്പിനെ കുറിച്ച്. അപ്പോൾ ക്രേനിയൽ ടോപ്പൊക്കെ കുറച്ച് പ്രായമാവുന്ന സമയത്ത് നമ്മുടെ ഹെയറിൻ്റെ വോളിയം ഡെൻസിറ്റി ഒക്കെ കുറഞ്ഞു വരുമ്പോൾ ക്രേനിയൽ ടോപ്പ് കുറച്ചും കൂടെ ഫ്ലാറ്റ് ആവാനുള്ള ഒരു ചാൻസ്. അങ്ങനെയാണ് പലർക്കും ആക്ച്വലി ഹെയർ തിന്നിങ് കാരണമുള്ള ഷേപ്പിനുള്ള വ്യത്യാസങ്ങളൊക്കെ വരിക. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് മിഡിൽ പാർട്ടീഷനാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ അത് മാറ്റിയിട്ട് സൈഡ് പാർട്ടീഷൻ ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കൂടി പറയുന്നത് മാത്രം. അതിൻ്റെ കൂടുതൽ തന്നെ പറയാനുള്ളൊരു കാര്യമാണ്, നമ്മൾ ആക്ച്വലി കുറച്ച് ഏജ് ആകുമ്പോൾ നമ്മുടെ നോർമലി നമ്മുടെ ഫേസിൻ്റെ പല ഭാഗത്തു നിന്നും വോളിയം ലോസ് ആവും. ഇപ്പോൾ ലിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ കൂടി ലിപ്പ് ആക്ച്വലി കുറച്ചും കൂടി ചെറുതാവുകയാണ് ചെയ്യുക. അപ്പോൾ ലിപ്പിൻ്റെ വോളിയം ലൂസ് ആവുമ്പോൾ നമ്മൾ ഡാർക്ക് കളർ ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ചെറുതായിട്ടാണ് നമ്മുടെ ലിപ്പ് തോന്നുക. അപ്പോൾ ആ സമയത്തൊക്കെ എന്താ വെച്ചാൽ ഒന്നുകിൽ നമുക്ക് ചേരുന്ന രീതിയിലുള്ള കൈൻഡ് ഓഫ് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്യാൻ നോക്കുക. അതല്ലെങ്കിൽ അതിൻ്റെ പുറത്തൊരു ഗ്ലോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുക, എപ്പോഴും ഫുള്ളറായിട്ട് തോന്നിക്കാൻ വേണ്ടി. അത് ശരിക്കും യങ് ഏജിൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. യങ് ഏജിൽ കുറച്ചും കൂടി നമുക്ക് ഡ്രാമാറ്റിക് കളേഴ്സ് ആണെങ്കിലും വലിയ പ്രശ്നമില്ല. അതായത് മേ ബി ഒരു 20s 30s ഒക്കെ, ഒരു 40s 50s ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും ഇത്തരം കാര്യങ്ങളിലും ശ്രദ്ധിക്കേണ്ടത്. ഈവൻ ബ്ലഷ് ഇടുന്ന സമയത്താണെങ്കിൽ കൂടി ബ്ലഷിൻ്റെ പ്ലേസ്മെൻറ്റ് എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് വോളിയം ലോസ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. അതല്ല ഫേസ് ഭയങ്കര ഡ്രൂപ്പി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിൽ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് മാത്രമായിട്ട് ബ്ലഷിൻ്റെ പ്ലേസ്മെൻറ്റ് മാറ്റേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾ കുറച്ച് ഏജ് ആവാൻ തുടങ്ങുമ്പോൾ. ഇനി 5th മിസ്റ്റേക്ക്, വെയറിങ് വോൺ ഔട്ട് ബേസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴായിട്ട് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ബേസിക്സ് നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവുക. അതായത് ബ്ലാക്ക് ടീഷർട്ട് ഉണ്ടാവുക, ബ്ലാക്ക് ഷർട്ട് ഉണ്ടാവുക, വൈറ്റ് ഷർട്ട് ഉണ്ടാവുക, ഒരു ഡെനിം ജീൻസ് ഉണ്ടാവുക. അങ്ങനത്തെ ബേസിക്സ് നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ ഇടുന്ന രീതിയിലുള്ള, എല്ലാത്തിൻ്റെയും കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബേസിക്സ്. ഈ ബേസിക്സ് ആക്ച്വലി ഓരോ സമയത്തും നന്നായിട്ട് വെച്ചില്ലെങ്കിൽ, അത് ഫ്രഷ് ആയിട്ടിരിക്കുന്നില്ലെങ്കിൽ, അത് ഭയങ്കര പഴയതുപോലെ ആയിട്ടുണ്ടെങ്കിൽ, അതിനകത്ത് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സ്റ്റെയിൻ ആയിട്ടുണ്ടെങ്കിൽ, ഈവൻ അത് ക്രംബിൾ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് ചുളിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റി അല്ലെങ്കിൽ അത് നേരെയാക്കാനുള്ള കാര്യം നിങ്ങൾ നോക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലുക്ക് അതിൻ്റെ കൂടെ ചെയ്താലും, എന്ത് തരത്തിൽ സ്റ്റൈൽ ചെയ്താൽ പോലും അത് ആക്ച്വലി നന്നായിട്ടിരിക്കണം എന്ന് നിർബന്ധമില്ല. അത് കൊണ്ട് മാത്രം കംപ്ലീറ്റ് ലുക്ക് ഭയങ്കര ഓഡായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഈവൻ ഞാൻ പറയുന്നത് ഇപ്പോൾ ഫുഡ് വെയറിൻ്റെ കാര്യം പല ആൾക്കാരും ശ്രദ്ധിക്കാത്തൊരു ഏരിയയാണ്. ഫുഡ് വെയറിൽ ആക്ച്വലി കുറച്ച് സ്റ്റെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക അവിടെ ഇവിടെ ആയിട്ട് ചില എംബലിഷ്മെൻറ്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഇളകിയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതിൻ്റെ കളറ് പോയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ ചിലപ്പോൾ ഇപ്പോൾ വൈറ്റ് സ്നീക്കേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിനകത്ത് ഫുൾ ചെളിയായിട്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കൂടി നമ്മുടെ ടോട്ടൽ ലുക്ക് ഭയങ്കര ഓഡായിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈവൻ നമ്മൾ ബേസിക്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതെപ്പോഴും ഫ്രഷ് ആയിട്ടും നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും വെക്കാനുള്ളൊരു ബാധ്യത നമ്മൾക്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ലുക്ക് കംപ്ലീറ്റ് ഫ്ലോലെസ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഒരുങ്ങി റെഡിയായി പോകുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ പുറത്ത് പോയിട്ട് എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ അപ്പിയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. അതിൻ്റെ തെറ്റ് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അത് ഭയങ്കര ഓഡായിട്ടായിരിക്കും എപ്പോഴും ഫീൽ ചെയ്യുക. നമ്മളെ കാണുമ്പോൾ ഉള്ള മൊത്തം ഇംപ്രഷനും ആ ഒരു ഒറ്റ കാര്യത്തിൻ്റെ പേരിൽ ചിലപ്പോൾ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി 6th മിസ്റ്റേക്ക്, ഇൻഅപ്രോപ്രിയേറ്റ് ഡ്രസ്സിങ് ഫോർ ദ ഒക്കേഷൻ. അതായത് ഇതെനിക്ക് പലപ്പോഴും പറ്റുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് എൻ്റെ കയ്യിൽ കൂടുതൽ സമയത്തും ഇന്ത്യൻ വെയർസ് ഒന്നും ഉണ്ടാവാറില്ല. ആൻഡ് ഓൾസോ ഞാൻ ഈ പറയുന്ന പോലെ എൻഗേജ്മെൻറ്റ്, വെഡ്ഡിങ് അങ്ങനെ പോലെയുള്ള ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ വളരെ കുറവായിരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഫംഗ്ഷന് പോകേണ്ടി വരുമ്പോൾ, കുറച്ച് എത്നിക് വെയറിലൊക്കെ പോകേണ്ടി വരുമ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര ടെൻഷനായിരിക്കും. എനിക്ക് അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് എൻ്റെ അടുത്ത് ഇല്ല എന്നുള്ളത്. ലാസ്റ്റ് മിനിറ്റിൽ അതിന് വേണ്ടിയിട്ട് ഞാൻ സെർച്ച് ചെയ്യാൻ വേണ്ടി പോയാൽ എനിക്കത് കിട്ടാറുമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള അങ്ങനത്തെ ഒരു ഫീലുള്ള ഡ്രസ്സസൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. സ്റ്റിൽ എനിക്ക് അവിടെ എത്തുന്നത് വരെ പ്രഷർ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഈവൻ അവിടെ എത്തിക്കഴിഞ്ഞാലും അവിടെ എത്തി ഞാൻ മൊത്തത്തിൽ അവിടെ നിന്ന് സെറ്റിൽ ആവുന്നത് വരെ, ഒന്ന് മിങ്കിൾ ആവുന്നത് വരെ എനിക്ക് ആ ഒരു പ്രഷറിൽ തന്നെയായിരിക്കും ഞാൻ നിൽക്കുന്നുണ്ടാവുക. അതെനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എവറി അങ്ങനെ ഒരു സ്പെഷ്യൽ ഒക്കേഷന് പോകുന്ന സമയത്തും എനിക്ക് പ്രശ്നം ഉണ്ടാവാറുണ്ട്. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഭയങ്കര കാഷ്വൽ ആയിട്ടുള്ള ഔട്ടിങ്ങിന് പോകുമ്പോൾ, അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ട് ഒരു ബ്രഞ്ചിന് പോകുമ്പോൾ, അല്ലെങ്കിൽ മേ ബി ഒരു കഫേയിൽ പോകുമ്പോൾ, അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ഗ്ലാം മേക്കപ്പ് ഒക്കെ ചെയ്ത് ഗ്ലാം പോലെയുള്ള ഡ്രസ്സസൊക്കെ ഇട്ടിട്ട് പോകുന്നത് ഭയങ്കര ഇൻഅപ്രോപ്രിയേറ്റ് ആണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ ഒരു നൈറ്റ് പാർട്ടി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് പോകുന്നതെങ്കിൽ ഭയങ്കര കാഷ്വൽ ആയിട്ട് നമ്മൾ ജീൻസ് ടോപ്പൊക്കെ ഇട്ട് മാത്രം പോകുന്നതും അത്ര ഓക്കെ അല്ല. അതായത് ആ ഒക്കേഷൻ അനുസരിച്ചിട്ട് അതത്ര ഓക്കെ അല്ല. പിന്നെ വരുത്തുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ചില സമയത്ത് ഭയങ്കര ഫ്ലാഷി ആയിട്ടുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്യും വർക്കിന് പോകുമ്പോൾ.
അതല്ലെങ്കിൽ അതിനകത്ത് തന്നെ കുറച്ച് ഭയങ്കര ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് ഉള്ള അല്ലെങ്കിൽ സീക്വൻസ് ഉള്ള അങ്ങനത്തെ ഉള്ള ഡ്രസ്സസ് ഒക്കെ ചൂസ് ചെയ്യും ചില സമയത്ത് നമ്മൾ വർക്കിന് പോകുമ്പോൾ. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ വർക്കിന് പോകുന്ന സമയത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറച്ച് ഡ്രസ്സസ് എപ്പോഴും നമ്മൾ കരുതി വെച്ചേക്കുക. അതായത് കുറച്ച് ന്യൂട്രൽ കളേഴ്സിലുള്ള ന്യൂട്രൽ കളർ പാലറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ വൈറ്റും ബ്ലാക്കും എന്ന് മാത്രമല്ല പറയുക, അതിനകത്ത് തന്നെ ഒലീവ് ആവാം, ബർഗണ്ടി ആവാം, കോഫി ബ്രൗൺ ആവാം, അതല്ലെങ്കിൽ നേവി ബ്ലൂ ആവാം. അങ്ങനെയുള്ള കളേഴ്സൊക്കെ ഒരു വർക്ക് പ്ലേസിന് അപ്രോപ്രിയേറ്റ് ആയിരിക്കും. അതല്ല നമ്മൾ കുറച്ച് ഭയങ്കര ഒരു യെല്ലോ, റെഡ് അല്ലെങ്കിൽ ഗ്രീൻ അങ്ങനത്തെ ഉള്ള കളേഴ്സിലേക്കൊക്കെ പോകുമ്പോൾ അത് കൂടുതലായിട്ട് നമ്മളൊരു ഫെസ്റ്റീവ് ഒക്കേഷൻ വേണ്ടി മാറ്റി വെക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫും നമ്മുടെ പേഴ്സണൽ ലൈഫും എപ്പോഴും രണ്ടായിട്ട് തന്നെ ഇരിക്കും. അത് മിക്സ് ആവത്തില്ല. ആൻഡ് നമുക്ക് തന്നെ ആക്ച്വലി നമ്മളെപ്പോഴും ബോറടിക്കാതിരിക്കും. അതായത് നമ്മളെപ്പോഴും വർക്കിന് പോകുന്ന, എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് നമുക്ക് നമ്മളെ ഫീൽ ചെയ്യില്ല. നമ്മളെപ്പോഴും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ കുറച്ചും കൂടെ കളർഫുള്ളായ, കുറച്ചും കൂടെ ജോയ്ഫുള്ളായ ഒരു പേഴ്സൺ ആണെന്ന് നമുക്ക് തന്നെ തോന്നും. അങ്ങനെ ചെയ്യാനും കൂടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയുള്ളൊരു കാര്യമാണ് ഈവൻ ലിപ്സ്റ്റിക്സ് വെയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ വർക്ക് പ്ലേസിലൊക്കെയാണ് പോകുന്നതെങ്കിൽ കൂടുതലായിട്ടും ന്യൂഡ് ലിപ്സ്റ്റിക്സ് അല്ലെങ്കിൽ ബ്രൗൺ ലിപ്സ്റ്റിക്സ് അങ്ങനത്തെ ഉള്ള എവറിഡേ കൈൻഡ് ഓഫ് ഷെയ്ഡിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കുറച്ചും കൂടി കാഷ്വൽ ആവുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഫെസ്റ്റീവ് അങ്ങനത്തെ ഉള്ള ഒക്കേഷൻസിൽ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ലിപ്സ്റ്റിക്സിൻ്റെ കളേഴ്സ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാൽ അത് നന്നായിരിക്കും. ആൻഡ് ഓൾസോ ഹെയർ സ്റ്റൈലിൻ്റെ കാര്യവും ഈ രണ്ട് പ്ലേസിൽ, വർക്ക് പ്ലേസിലായിക്കോട്ടെ അല്ലാത്ത നമ്മുടെ പേഴ്സണൽ ലൈഫിലായിക്കോട്ടെ, ആ സമയത്ത് രണ്ട് ഹെയർ സ്റ്റൈൽ ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. വർക്ക് പ്ലേസ് എന്ന് പറയുമ്പോൾ കൂടുതൽ സമയത്ത് നമ്മളെ ഹെയർ ഒക്കെ എപ്പോഴും ടൈറ്റായിട്ട് എവിടെയെങ്കിലും കെട്ടി വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതല്ല നമ്മൾ ഫെസ്റ്റീവ് ഒക്കേഷനിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് അതിനകത്ത് ആക്സസറൈസ് ചെയ്യാം. ആൻഡ് ഈവൻ കാഷ്വൽ ആയിട്ടുള്ള ഒക്കേഷൻസിന്, ഔട്ടിങ്സിന് അങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ മുടി വെറുതെ അഴിച്ചിടാം. അതായത് വെറുതെ സ്റ്റൈൽ ചെയ്തിട്ട് അഴിച്ചിടാം. ഇനി 7th മിസ്റ്റേക്ക്, പ്രയോറിറ്റൈസിങ് ബ്രാൻഡ് ഓവർ ഫിറ്റ് ആൻഡ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ചില സമയത്തൊക്കെ നമുക്ക് തോന്നാറുണ്ട് ബ്രാൻഡാണ് ഏറ്റവും വലിയൊരു കാര്യം, ബ്രാൻഡ് വാല്യൂ ആണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് വേണം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യാൻ. അങ്ങനെയുള്ള വില കൂടിയ ഡ്രസ്സ് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റൈലിലും ആ ഒരു ലുക്കിലും ഇരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അത് ഭയങ്കര തെറ്റായ ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മുടെ പ്രോപ്പർ ഫിറ്റ് ആയിരിക്കാൻ നോക്കുക നമ്മളെ ഡ്രസ്സ്. അതുപോലെ തന്നെ നമ്മളുടെ എസ്തെറ്റിക്സിനോട് ചേർന്ന് നിൽക്കുന്ന സ്റ്റൈലായിരിക്കാൻ നോക്കുക. സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് പറയുന്നത് ഈവൻ നമ്മളതിൻ്റെ സ്റ്റിച്ച് നോക്കാം, സ്റ്റിച്ചിൻ്റെ ക്വാളിറ്റി നോക്കാം, ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി നോക്കാം. അത് രണ്ടും ഓക്കെ, അത് നോക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ ബ്രാൻഡാണെന്ന് വെച്ചിട്ട് ഈ ബ്രാൻഡിന് എല്ലാം ഓക്കെയാണ് എന്ന് വിചാരിച്ച് നമ്മൾ എപ്പോഴും പോയിട്ട് ആ ബ്രാൻഡിന് എടുക്കാൻ നിൽക്കരുത്. എസ്പെഷ്യലി എനിക്ക് പറയാനുള്ളത്, കൂടുതൽ സമയത്ത് ഞാൻ കണ്ടുവന്നിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ലിവൈസിൻ്റെ ജീൻസ് ഒക്കെ എടുക്കുമ്പോൾ, ലിവൈസിൻ്റെ ജീൻസിന് ഈ ഒരു പ്രശ്നം ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. ഈവൻ ലിവൈസിൻ്റെ ടീഷർട്ട്സിലും ലിവൈസിൻ്റെ ടോപ്സിലും ഒക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. ബ്രാൻഡ് ഇറ്റ്സെൽഫ് ആക്ച്വലി ബ്രാൻഡ് വളരെ നല്ലൊരു ബ്രാൻഡാണ്. ആൻഡ് അവരുടെ ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി നല്ലതാണ്. ഈവൻ അതിൻ്റെ സ്റ്റിച്ചിൻ്റെ ഡ്യൂറേഷനും അതൊക്കെ നല്ലതാണ്. പക്ഷേ കൂടുതൽ സമയത്ത് അതിൻ്റെ ഷേപ്പ് വൈസ് നോക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഓഡായിട്ട് തോന്നാറുണ്ട്. എനിക്ക് കൂടുതലായിട്ട് തോന്നിയിട്ടുള്ളത് ഈവൻ ലേഡീസിൻ്റെ കാര്യത്തിലാണ്. ലേഡീസിൻ്റെ മാത്രമല്ല കേട്ടോ, ജെൻസിൻ്റെ കാര്യത്തിലും അതുണ്ട്. നമ്മൾ കൂടുതൽ സമയത്തും സെയിലിലൊക്കെ ഒരു 50% ഓഫ് അല്ലെങ്കിൽ ഒരു 70% ഓഫ് അല്ലെങ്കിൽ 80% ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സസും ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത്സും ഒക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്ത് പോയിട്ട് ഇത് ബ്രാൻഡഡ് ആണല്ലോ, ഇത് ഇത്രയും ഓഫർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങാൻ നിൽക്കരുത്. അങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫിറ്റുമായിട്ടും നിങ്ങളുടെ സ്റ്റൈലുമായിട്ടും അലൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അത്തരം ബ്രാൻഡ്സിൽ പോലും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതുള്ളൂ. ഇനി 8th മിസ്റ്റേക്ക്, ഹെവി ഓർ മിസ്മാച്ച്ഡ് ഐ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് നമ്മളിൽ കൂടുതൽ പേരും, അതായത് മലയാളികൾക്ക് കൂടുതൽ പേർക്കും ഉള്ള ഒരു കാര്യമാണ് ഐലൈനർ വെച്ചിട്ടോ കാജൽ വെച്ചിട്ടോ കണ്ണ് നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് എഴുതുന്നുള്ളത്. നിങ്ങൾ എപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യം, കണ്ണ് എഴുതിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഐ ഷാഡോ ഇടാൻ വേണ്ടി തുടങ്ങുകയാണെങ്കിൽ ഐ ഷാഡോ ആക്ച്വലി വളരെ ന്യൂട്രൽ കളേഴ്സിലൊക്കെ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും നല്ലത്. ഇതല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പോപ്പ് ചെയ്ത് നിൽക്കുന്ന കളറായിരിക്കും. ഹാർഷായിട്ടുള്ള ഒരു ലൈൻ അതിൻ്റെ ഇടയിലൂടെ പോകുമ്പോൾ, ഐലൈനറിൻ്റെയോ അല്ലെങ്കിൽ കാജലിൻ്റെയോ ആയിട്ടുള്ള കളർ പോകുമ്പോൾ അത് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. നിങ്ങളുടെ മൊത്തം അറ്റൻഷനും ആ ഒരു ഭാഗത്തേക്കായിരിക്കും പോവുക. ആൻഡ് ഓൾസോ ഈ ഹാർഷ് ലൈൻസ്, ഐലൈനറിൻ്റെ ഒക്കെ ഹാർഷ് ലൈൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഓവർ പവറിങ് ആയിട്ട് ഫീൽ ചെയ്യും. അതൊരിക്കലും ഒരു കംപ്ലീറ്റ് ഒരു പുട്ട് ടുഗദർ ലുക്കിൻ്റെ കൂട്ടത്തിൽ നന്നായി പോകുന്ന ഒന്നും ആയിരിക്കത്തില്ല. ഒന്നുകിൽ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മ്യൂട്ടഡ് ആയിട്ടുള്ള കളേഴ്സ് എടുത്തിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സ്കിൻ ടോണിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഡിഫൈൻ ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കൂടുതലായിട്ടും ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ അങ്ങനെയുള്ള കളേഴ്സിലേക്ക് ഐ ഷാഡോസിൽ പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈവൻ ഐ ഷാഡോസ് മാത്രമല്ല ഞാൻ പറയുന്നത്, ഐ ലൈനേഴ്സ് ആണെങ്കിലും അതിലേക്ക് കൂടുതൽ പോവാതിരിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ കണ്ണിൽ ഓൾറെഡി ഇപ്പം ഡാർക്ക് സർക്കിൾ ഒക്കെ ഉള്ളവരായിരിക്കും കൂടുതൽ പേരും. ബിക്കോസ് മലയാളികൾ എന്ന് പറയുമ്പോൾ കണ്ണ് എപ്പോഴും കുറച്ചും കൂടെ പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാർക്ക് സർക്കിളും കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഈ കളേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടെ ഡാർക്ക് സർക്കിളിനെ എടുത്ത് കാണിക്കുകയാണ് ചെയ്യുക. അതല്ല, നിങ്ങൾ ഇപ്പോൾ ഏർത്തി ടോൺസ് ആയ ഒരു ടെറാക്കോട്ട ഷെയ്ഡ്, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഒരു റെഡ്, അല്ലെങ്കിൽ ഒരു പീച്ച് കളറ്, അങ്ങനെയുള്ള കളേഴ്സ് ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ഈ ഡാർക്ക് സർക്കിൾ ഒന്ന് കവറായി കിട്ടുകയും ചെയ്യും. കണ്ണ് അറ്റ് ദ സെയിം ടൈം കുറച്ചും കൂടി എലിവേറ്റഡ് ലുക്കിൽ ഇരിക്കുകയും ചെയ്യും. ആൻഡ് ഒരുപാടായിട്ടുള്ള ഈ ഹാർഷ് ആയിട്ടുള്ള ഐലൈനർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തന്നെ അത് കുറച്ച് നന്നായിട്ടിരിക്കും. അതിന് പകരം നിങ്ങൾക്ക് ബ്രൗൺ കാജലോ ബ്രൗൺ ഐലൈനേഴ്സോ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ഹാർഷായിട്ട് നിൽക്കില്ല. കൂടുതൽ പേർക്കും അത് നന്നായിട്ട് സ്യൂട്ടബിൾ ആയി പോവുകയാണ് ചെയ്യുക. ആൻഡ് അതിനകത്ത് എനിക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കാജൽ വെച്ചിട്ട് മാത്രം കണ്ണെഴുതുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഐലൈനറും കാജലും വെച്ചിട്ട് നിങ്ങൾ കണ്ണെഴുതുന്നവരാണെങ്കിൽ അതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഡീപ്പ് ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടില്ലെങ്കിൽ, ഐബ്രോസ് ഭയങ്കര സ്പാർസ് ആയിട്ട് ഭയങ്കര ലൈറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതൊരിക്കലും അതിൻ്റെ കൂടെ നന്നായി പോവില്ല. ബിക്കോസ് ഐബ്രോസ് ആണ് ഐസിനെ ഫ്രെയിം ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ജസ്റ്റ് മുകളിലുള്ളത്. ആ സമയത്ത് അത് ബാലൻസ് ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഭയങ്കര പെയിലായിട്ടിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നിങ്ങൾ ഐ മേക്കപ്പ് തീരെ ചെയ്യാത്തവരാണെങ്കിൽ ഐബ്രോസ് മാത്രമായിട്ട് ഭയങ്കര ഡാർക്ക് കളറിൽ ഐബ്രോസ് ഫില്ല് ചെയ്യുന്നതും അത്ര നല്ല കാര്യമല്ല. അപ്പോഴും ഐബ്രോസ് മാത്രമായിട്ട് എടുത്ത് നിൽക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞത് കൂടാതെ ഒരുപാട് ഫൗണ്ടേഷൻ വെയർ ചെയ്യുന്നതും നെയിൽ നന്നായിട്ട് വെക്കാത്തതും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ഈ ഓവറോൾ ലുക്കിനെ മൊത്തത്തിൽ നശിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിനെപ്പറ്റി ഞാൻ എടുത്ത് പറയാത്തതെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഓൾറെഡി ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ലവ് യു.